ചരിത്രമുറങ്ങുന്ന പ്രേതനഗരം. Bangarh near Mount Aravalli in Rajasthan is known as a haunted city where only the wild animals keep court. Its ruins proclaim loudly how ephemeral material achievements are. ചരിത്ര സ്മൃതികളാൽ സമ്പുഷ്ടമായ എന്നാൽ ചരിത്രത്തിൽ അധികമൊന്നും പ്രതിപാദിച്ചു കണ്ടിട്ടില്ലാത്ത ബാൻഗഡ് എന്ന രാജസ്ഥാനിലെ പുരാതന നഗരത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സുഹൃത്തിൽ നിന്നാണ് രാജസ്ഥാനിലെ ബാൻഗഡ് എന്ന പ്രേത നഗരത്തെപ്പറ്റി അറിഞ്ഞത്. രാജസ്ഥാനിലെ ആൾവാർ ജില്ലയിൽ രാജ്ഗഡ് മുനിസിപ്പാലിറ്റി പരിധിയിൽ സരിസ്ക കടുവ സങ്കേതത്തോട് ചേർന്ന് ആരവല്ലി മലനിരകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് 235 കിലോമീറ്റർ ദൂരത്തിലാണിത്. 1573 ബാൻഗഡ് നഗരം സ്ഥാപിക്കപ്പെട്ടു. ജയ്പൂർ കച്ചാവ രാജപുത്ര രാജാവായിരുന്ന ഭഗവന്ത് ദാസ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനായ മാധവ് സിംഗിനു വേണ്ടി നിർമ്മിച്ചു നൽകിയതാണിത്. മാധവ് സിംഗിന്റെ സഹോദരൻ മാൻ സിംഗ് അക്ബറിന്റെ ജനറലായിരുന്നു. ബാൻഗഡ് കോട്ടയും കൊട്ടാരവും കുടിപ്പകകളിൽ തകർക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ടെങ്കിലും പ്രധാനമായും 2 കഥകളാണ്. അതിസുന്ദരിയായിരുന്ന രാജകുമാരി റാണി രത്നാവതിയിൽ ആകൃഷ്ടനായ കൊട്ടാരം തന്ത്രി കടുംപിടുത്തക്കാരിയായ രാജകുമാരിയെ ആകർഷിക്കാനായി മന്ത്രവാദം ചെയ്ത എണ്ണ പ്രത്യേക പാത്രത്തിൽ റാണിക്കായി കൊടുത്തുവിട്ടു. ഇപ്രകാരം റാണിയെ വരിച്ചാൽ രാജപദവി ലഭിക്കുമെന്ന് തന്ത്രി വ്യാമോഹിച്ചു അത്രേ. ഈ രഹസ്യം തോഴി മുഖേന മനസ്സിലാക്കിയ റാണി രത്നാവതി അദ്ദേഹം കൊടുത്തയച്ച എണ്ണപാത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇതറിഞ്ഞ തന്ത്രി കുലം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ബാൻഗഡ് കൊട്ടാരവും കോട്ടയും മുഗൾ ആക്രമണത്തിന് വിധേയമാകുകയും രാജ്ഞിയും സകല ജനങ്ങളും കൂട്ടക്കുരുതിയിലൂടെ ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം സമീപവാസികൾക്ക് പ്രേതശല്യമുണ്ടാവുകയും പിന്നീട് ഈ പ്രദേശം പ്രേത താഴ്വര എന്നറിയപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ പ്രേതബാധിത പ്രദേശമായാണ് ഇന്ന് ബാൻഗഡ് അറിയപ്പെടുന്നത്. പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ലാത്ത ഇവിടേക്ക് കൂടുതലും രാജസ്ഥാൻ നിവാസികളാണ് സഞ്ചാരികളായി എത്തുന്നത്. ഞങ്ങൾ 3 പേരടങ്ങുന്ന സംഘം തലേന്ന് വൈകിട്ട് 5:45 ഡൽഹി അജ്മീർ ഡബിൾ ഡക്കർ ട്രെയിനിൽ ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. ബാൻഗഡിനടുത്തുള്ള ആൾവാർ നഗരത്തിൽ പിറ്റേന്ന് ഒരു ടാക്സി ഏർപ്പാടാക്കി. ആൾവാറിൽ നിന്ന് രാവിലെ 7 മണിക്ക് യാത്ര തിരിച്ചു. അങ്ങിങ്ങ് വീടുകളുള്ള ചെറിയ ഗ്രാമങ്ങൾ താണ്ടി വിജനമായ വഴിയിലൂടെ യാത്ര തുടർന്നു. രാജസ്ഥാന്റെ വേറിട്ട മുഖമായിരുന്നു കാണാനായത്. വഴിയിൽ അത്ഭുതമായി പച്ചവിരിച്ച ആൾവാർ ബാൻഗഡ് മലനിരകൾ. പ്രശസ്തമായ സരിസ്ക ടൈഗർ റിസർവും സിൽഷ തടാകവും കടന്ന് യാത്ര തുടർന്നു. ഏകദേശം 10 മണിയായപ്പോൾ ബാൻഗഡിനടുത്തെത്തി. ദൂരെ വൻമതിൽ കോട്ടകൾ തെളിഞ്ഞു വന്നു. അതിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും ആൾതാമസമോ കടകളോ ഉണ്ടായിരുന്നില്ല. ആട്ടിടയന്മാരും ആട്ടിൻകൂട്ടങ്ങളും മാർബിൾ കല്ലുകൾ നിറഞ്ഞ മലനിരകളും വഴിയിലെ കാഴ്ചകളായിരുന്നു. ചെക്ക് പോസ്റ്റിനടുത്തെത്തി. അവിടെ 40 രൂപ അടച്ച് 1/2 കിലോമീറ്റർ മുൻപോട്ട് യാത്ര തുടർന്നാൽ കോട്ടയ്ക്ക് സമീപം എത്താം. നോക്കി നടത്താൻ ആരുമില്ല. പ്രവേശനത്തിന് ടിക്കറ്റും വേണ്ട. വാഹനം പാർക്ക് ചെയ്ത് ആദ്യ കോട്ടയുടെ പ്രധാന കവാടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന 3 കോട്ടമതിലുകൾ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. ഈ കോട്ടകളിൽ 5 കവാടങ്ങൾ വീതം 5 ദിക്കുകളിലായി നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യ കോട്ടവാതിലിനുള്ളിൽ സ്ഥലവിവരണവും ചരിത്രവും പ്രതിപാദിക്കുന്ന രേഖാചിത്രം ഉൾപ്പെടുന്ന ബോർഡ് ആർക്കിയോളജിക്കൽ സർവേ സ്ഥാപിച്ചിരുന്നു. അവിടെ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ നടന്നു വേണം കൊട്ടാര സമുച്ചയത്തിലെത്താൻ. മിക്ക കോട്ടവാതിലുകളും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം കാട് മൂടപ്പെട്ടിരിക്കുന്നു. പ്രധാന കവാടമായ ഹനുമാൻ ഫുൽബാരി ഗേറ്റിലൂടെയാണ് അകത്ത് പ്രവേശിച്ചത്. മറ്റു കവാടങ്ങൾ ലാഹോറി ഗേറ്റ്, അജ്മീരി ഗേറ്റ്, ഫുൽബാരി ഗേറ്റ്, ഡൽഹി ഗേറ്റ് എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രധാന കവാടം മുതൽ കോട്ടവാതിൽ വരെ കല്ലുപാകിയ നടപ്പാതയാണ്. അതിനിരുവശവും വരിവരിയായി ഒരേ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. അവയെല്ലാം ഒരു കാലത്ത് ധാബകളും മാർക്കറ്റുമായിരുന്നു. രണ്ടാമത്തെ കോട്ടയുടെ പ്രധാന കവാടത്തിൽ പ്രവേശിച്ചു. മനോഹരമായ 4 ക്ഷേത്രങ്ങളാണ് കോട്ടയ്ക്കുള്ളിലുള്ളത്. ഗോപിനാഥ്, സോമേശ്വര, കേശവറായ്, മംഗളാദേവി എന്നിവയാണവ. 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് പ്രവേശനയോഗ്യമായുള്ളൂ. ഇതുകൂടാതെ ഒരു നൃത്തമണ്ഡപവും ചെറിയ മോസ്കും കല്ലുപാകിയ കിണറുകളും മലമുകളിൽ മന്ത്രവാദിയായ തന്ത്രി ധ്യാനമിരുന്ന മണ്ഡപവും കണ്ടു. മനോഹരമായി നിർമ്മിച്ച ഒരു പുരാതന നഗരമായിരുന്നു ബാൻഗഡ്. അതിന്റെ തകർക്കപ്പെട്ട ശേഷിപ്പുകൾ ഇന്നും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു. നഗരശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങളുടെ മകുടങ്ങൾക്ക് കേടുപാടുകൾ കാണുന്നില്ല. എന്നാൽ ശില്പങ്ങൾ പലതും നശിച്ചുപോയിട്ടുണ്ട്.
ഗംഭീരമായ ഈ കൽനിർമ്മിതികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നവയാണ്. കോട്ടയുടെ ചുറ്റുമുള്ള വനത്തിൽ ധാരാളമായി മയിൽ, കുരങ്ങ് എന്നിവ വസിക്കുന്നു. ഒരു കാട്ടരുവി വന്ന് പതിക്കുന്നിടത്ത് കുളവും മറ്റൊരു ക്ഷേത്രവുമുണ്ട്. 2 ക്ഷേത്രങ്ങളും പിന്നിട്ട് പ്രധാന കൊട്ടാരത്തെ ചുറ്റിയുള്ള കോട്ടയുടെ കവാടത്തിൽ പ്രവേശിച്ചു. 7 നിലകൾ ഉണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ 3 നിലകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഒരു നില മണ്ണ് മൂടി ഭൂമിക്കടിയിലാണ്. അതിലൂടെ ജയ്പൂർ കൊട്ടാരത്തിലേക്ക് ഒരു തുരങ്കമുണ്ടായിരുന്നത്രേ. പ്രധാന കൊട്ടാരം വ്യത്യസ്തമായ കൊത്തളങ്ങളും മണിമാളികകളും നിറഞ്ഞതാണ്. എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞ മകുടങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അവശേഷിക്കുന്ന 3 നിലകളിൽ ഞങ്ങൾ കയറി. ശിലാപാളികളും സുർക്കി മിശ്രിതവും ഉപയോഗിച്ച് നിർമ്മിച്ചതാണവ. മിക്ക മകുടങ്ങൾക്കും കമാനങ്ങൾക്കും ഒരു മുഗൾ മാതൃക കാണാം. 2 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ചായക്കടയിൽ കയറി രാജസ്ഥാൻ സ്പെഷ്യൽ വിഭവമായ കടി കച്ചോടിയും എരുമപ്പാലിലുണ്ടാക്കിയ കൊഴുത്ത ഓരോ മസാലച്ചായയും കുടിച്ച് ആൾവാറിലേക്ക് യാത്ര തുടർന്നു. ഇന്നോളം വായിച്ച കഥകളിലെ പ്രേതങ്ങളെയൊന്നും അവിടെ കണ്ടില്ല. എങ്കിലും ഒരു പ്രേതാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു. ധാരാളം വവ്വാലുകളും പക്ഷികളും വസിക്കുന്ന ഒരു കോട്ട. മലയാളികൾ അധികം അറിയുകയും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലം. വൈകിട്ട് 5 മണിക്ക് ശേഷം ആരെയും ഈ പ്രേത താഴ്വരയിലേക്ക് പ്രവേശിപ്പിക്കാറില്ല. ഒരു മുത്തശ്ശി കഥ പോലെ ചരിത്ര സ്മൃതികൾ നിറഞ്ഞ ഈ പ്രേതനഗരം ഇനിയും കാണാനും ഒരു ദിനം അവിടെ ചെലവിടാനും ഒരുപാട് മോഹിക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.